അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആനുറ്റി ഡ്യൂ. ആനുറ്റി ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ആനുറ്റി വെയർ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരിയഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ എൻഡ്. എന്ന് വെച്ചാൽ ഈ ആനുറ്റി ഡ്യൂ എന്ന് പറയുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ആനുറ്റിയാണ്. അതിൻ്റെ അകത്തിൽ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് എൻഡിങ് അവസാനം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാതെ അറ്റ് ദ ബിഗിനിങ്ങിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ആനുറ്റി ഡ്യൂ എന്ന് പറയുന്നത്. പിന്നെ this means each payment earns interest for a longer time, so the total value of an annuity due is higher than an ordinary annuity. നെക്സ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ലോങ്ങർ ടൈമിലേക്ക് വേണ്ടി ചെയ്യുന്നതിനാണ് ആനുറ്റി ഡ്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ആനുറ്റി ഡ്യൂ എന്ന് പറയുമ്പം അതും നമ്മുടെ ഓർഡിനറി ആനുറ്റിക്കാട്ടിലും അധികമായിരിക്കും. ഹയർ ദാൻ ഓർഡിനറി ആനുറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ടോ, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ഡ്യൂവും പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി ഡ്യൂ ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ഡ്യൂയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പം എഫ് വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 + r റേസ് ടു n - 1 ഡിവൈഡഡ് ബൈ r ഇൻറ്റു 1 + r ആണ് ഇതിൻ്റെ എഫ് വി ആനുറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ calculate the actual amount deposited by the person from the following data. അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ a person deposited some amount at the beginning of each year for 10 years in order to provide a sum of 50,000 rupees at the end of the 10 years. Second one, the interest rate is 10% per annum. അപ്പോൾ നമ്മളിതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫ്യൂച്ചർ വാല്യൂ എഫ് വി എന്ന് പറയുമ്പോൾ 50,000 റുപ്പീസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആറ് നമുക്ക് 10% തന്നിട്ടുണ്ട്. 10% നമ്മൾ അത് പെർസെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു 0.1 എന്ന് വരും. പിന്നെ ലൈഫ് ഓഫ് ആനുറ്റി എന്ന് പറയുമ്പോൾ n, അത് നമുക്ക് തന്നിരിക്കുന്നത് 10 years. അപ്പോൾ നമുക്ക് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ആനുറ്റി എമൗണ്ട് എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ എഫ് വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 + r റേസ് ടു n - 1 ഡിവൈഡഡ് ബൈ r ഇൻറ്റു 1 + r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എഫ് വി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സ്റ്റെപ്പ് എഫ് വി ഈസ് ഈക്വൽ ടു 50,000 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 + 0.1 ഹോൾ റേസ് ടു 10 ഇൻറ്റു 1 + 0.1 അതേ ഡിവൈഡഡ് ബൈ 0.1. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 50,000 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു നമ്മൾ 1 + 0.1 റേസ് ടു 10 നമ്മൾ ചെറുതാക്കി അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് നമുക്ക് വന്ന ആൻസർ എന്ന് പറയുമ്പോൾ 2.59 - 1 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 1.1 നമുക്ക് കിട്ടിയത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 50,000 ഈസ് ഈക്വൽ ടു എ, പിന്നെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എ 1.59 ഇൻറ്റു 0.11. അപ്പോൾ അത് നമ്മൾ ഇനി അത് ഡിവൈഡ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് വരുമ്പം എ ഈസ് ഈക്വൽ ടു 50,000 ഡിവൈഡഡ് ബൈ 0.1749. അതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ആൻസർ എന്ന് പറയുമ്പോൾ 2,85,878 നമുക്ക് കിട്ടും. പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളത് പി വി ആനുറ്റി ഡ്യൂ എന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി ഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പം പി വി ഈസ് ഈക്വൽ ടു ആനുറ്റി ഇൻറ്റു പി വി എ എഫ് ബൈ ആർ എൻ ഇൻറ്റു 1 + r. അതിന് വേറെ ഇക്വേഷൻ എന്ന് പറയുമ്പം എ ഇൻറ്റു 1 + r റേസ് ടു n - 1 ഡിവൈഡഡ് ബൈ r ഇൻറ്റു 1 + r റേസ് ടു n ഇൻറ്റു 1 + r ആണ് നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻ. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് ഇതിൽ യൂസ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ദ പി വി ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. Starting from now, if ₹1,000 is receivable in the beginning of next 4 years. Second, remember the rate of interest is 6%. അപ്പോൾ നമ്മൾ സൊല്യൂഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്നത് ആനുറ്റി എമൗണ്ട് തന്നിട്ടുണ്ട്. ആനുറ്റി എമൗണ്ട് എ ഈസ് ഈക്വൽ ടു 1,000 rupees തന്നിട്ടുണ്ട്.
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 6 നമുക്ക് 6% തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്കിന് 0.06 എന്ന് വരും. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ലൈഫ് ഓഫ് ആനുവിറ്റി N, അത് നമുക്ക് 4 years തന്നിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, പ്രസൻറ്റ് വാല്യൂ നമുക്ക് തന്നിട്ടില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുമ്പോൾ PV = ആനുവിറ്റി എമൗണ്ട് എന്ന് പറയുമ്പോൾ A ഇൻറ്റു 1+R⁻n-1 ഡിവൈഡഡ് ബൈ R ഇൻറ്റു 1+R⁻n ഇൻറ്റു 1+R. അപ്പോൾ അത് ആദ്യം നമ്മൾ PVAF എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കണം. PVAF എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ എന്ന് പറയും. PVAF കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം നമുക്ക് തന്നേക്കുന്ന ആ ഒരു 1.06 നമ്മൾ ആ ഇക്വേഷൻ തന്നെ 1+R⁻n-1 ഡിവൈഡഡ് ബൈ R ഇൻറ്റു 1+R⁻n ഇൻറ്റു 1+R, ഈ ഒരു ഇക്വേഷൻ തന്നെ നമ്മൾ സെയിം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ PVAF എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.06⁻⁴ -1 ഡിവൈഡഡ് ബൈ 0.06 ഇൻറ്റു 1.06⁻⁴, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് PVAF. അതിന് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.2625 കിട്ടും. 0.2625 ഡിവൈഡഡ് ബൈ 0.07575 കിട്ടും. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഫൈനൽ ആൻസർ വരുമ്പോഴത്തേക്കിന് PVAF എന്ന് പറയുമ്പോൾ 3.465 കിട്ടും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ആൻസറിനെ നമ്മൾ PV ആനുവിറ്റിക്ക് എത്രയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ 1000 ഇൻറ്റു 3.465 ഇൻറ്റു 1 + 0.06 നമ്മൾ ഇട്ട് കൊടുത്തു. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ 3673. ഇതാണ് നമ്മുടെ ആനുവിറ്റി പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. താങ്ക് യു.